ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. വിജയികൾക്ക് ക്യാഷ് അവാർഡും ഷീൽഡും നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റ്. മികവ് 2026. MLA UR പ്രദീപ് മികവ് 2026 ഉദ്ഘാടനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്കായി സംഘടിപ്പിച്ച മികവ് 2026 പുരസ്കാര വിതരണം പ്രൗഢഗംഭീരമായി നടന്നു. ചേലക്കര വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകളും ഷീൽഡുകളും വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും ചേലക്കര MLA UR പ്രദീപ് നിർവഹിച്ചു. പ്രിയപ്പെട്ട മക്കളെ ഇവിടെ വിളിച്ചിരുത്തി ഇങ്ങനെ എല്ലാവരെയും സാക്ഷിയാക്കി ഇതുപോലൊരു മൊമെന്റം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് വായിക്കുമ്പോൾ സാധാരണ ഈ സമയമാകുമ്പോൾ തൊട്ടപ്പുറത്ത് കണ്ടു, മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ചടങ്ങ് അപ്പുറത്ത് കണ്ടു. കുറേ കുട്ടികൾ വന്നിട്ട് വാങ്ങിച്ച് റോഡ് സൈഡിൽ നിൽക്കുന്നു. അതെല്ലാം ഒരു വലിയ പ്രതീക്ഷ വെച്ചാണ് ഞങ്ങൾക്ക് തരുന്നത്. ആ പ്രതീക്ഷ ഇതെല്ലാം ഒരു ചടങ്ങാണ് എന്ന നിലയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ കണ്ടുപോയി. ഇത് നമ്മളിൽ വെച്ച ഒരു വലിയ പ്രതീക്ഷ. ഇന്നലെ വരെ നിങ്ങൾ അധ്യാപകരും രക്ഷിതാക്കൾ മാത്രമാണ് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു സദസ്സിൽ നിങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നാട് മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. ഇനി അവിടെ വന്നിട്ട് ഉള്ള ഓരോ ചവിട്ടുപടിയും എങ്ങനെയാണ് ഇന്നാളുടെ മകൾ പഠിക്കരുത്, ഇന്നാളുടെ മകൻ പഠിക്കരുത് എന്നെല്ലാം വ്യാപാരി സമൂഹം മാത്രമല്ല പൊതുസമൂഹം ശ്രദ്ധിക്കാൻ പോകുക. നിങ്ങളുടെ സമൂഹത്തിനിടയിൽ ശ്രദ്ധിക്കുന്ന ഒരാളായി മാറി. അപ്പോൾ നമ്മുടെ പഠനത്തിന് മാത്രമല്ല ജീവിതത്തിലും A+ വാങ്ങിക്കണം. അത് രണ്ടാണ് അല്ലേ? എങ്ങനെ ജീവിതത്തിൽ A+ വാങ്ങിക്കോളെ? അത്രയില്ല. ജീവിതത്തിൽ A+ നല്ല പെരുമാറ്റം, നല്ല പോലെ നമുക്ക് പറഞ്ഞ പോലെ ആളുകളോടുള്ള ഒരു ബഹുമാനം എല്ലാം ഉണ്ടായാലും അതൊരു A+ ആണ്. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെയും മികച്ച നേട്ടത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അബു അധ്യക്ഷത വഹിച്ചു. ഒരു പദ്ധതിയാണ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി. അതുപോലെ തന്നെ വ്യാപാരി ഭദ്രം ഫസ്റ്റ് പദ്ധതി ഉണ്ട്. അത് വ്യാപാരി സ്ഥാനത്ത് ജോലി ചെയ്ത ഒരു വ്യാപാരി തൊഴിലാളി ആ തൊഴിലാളി മരണമടഞ്ഞു കഴിഞ്ഞാൽ ആ തൊഴിലാളി കുടുംബത്തിന് 5 ലക്ഷം കൊടുക്കുന്ന പദ്ധതിയാണ്. അതുപോലെ പാർപ്പിട പദ്ധതി. നമ്മുടെ ഒരു വ്യാപാരി, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു വ്യാപാരി പോലും അടുത്ത 10 വർഷത്തിനുള്ളിൽ വീടില്ലാത്ത ഭവനമില്ലാത്ത ഒരു വ്യാപാരി പോലും ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ ജില്ലാ കമ്മിറ്റി തീരുമാനം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടാടിയിൽ പണി തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ പൂമലയിൽ നമ്മൾ 8 ഏക്കർ സ്ഥലമാക്കിയിട്ടുണ്ട്. അവിടെ മറ്റേ ഓൾഡ് ഏജ് ഹോം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ജോലി സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങൾക്കായിട്ടോ വീട് വിട്ടുപോയാൽ അവരുടെ മാതാപിതാക്കളെ കുറിച്ച്, രക്ഷാകർത്താക്കളെ കുറിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമം വിചാരിക്കേണ്ട. അവരുടെ സംരക്ഷണം സംഘടന ഏറ്റെടുക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഓൾഡ് ഏജ്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. എന്നെയൊക്കെ സംബന്ധിച്ചോളം ഞാനൊക്കെ ഈ പറയുന്ന ഒരു ചെറുപ്പകാലത്തേക്ക് ഞങ്ങൾക്കൊക്കെ അനുമോദനം കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതൊരു നമ്മളെ സംബന്ധിച്ചോളം പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യഘട്ടമാണ് SSLC അല്ലെങ്കിൽ +2 എന്നുള്ളത്. നമ്മുടെ ഭാവി എന്ത്, അതുപോലെ തന്നെ ഞാൻ ഏത് തൊഴിൽ തിരഞ്ഞെടുക്കണം എന്നതിന്റെ ആദ്യ ഒരു ഘട്ടം എന്നുള്ള രീതിയിൽ അത് വൻ വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് SSLC അതുപോലെ തന്നെ +2 എന്ന് പറയുന്നത്. നമ്മുടെ ഭാവി, കാരണം നമ്മുടെ പ്രൊഫഷണൽ ജീവിതം, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് തൊഴിൽ മേഖലയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്, നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്തെന്ന് നമ്മൾ തിരഞ്ഞെടുക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ സെക്രട്ടറി ഗീവർ, ട്രഷറർ ഹംസ, കൺവീനർ സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റിലെ നിരവധി വ്യാപാരികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അപ്പൊ എന്നെ കുറിച്ച് ടീച്ചർമാർക്കൊക്കെ നല്ലൊരു നല്ല മാർക്ക് വാങ്ങുന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. പക്ഷെ എനിക്ക് റിസൾട്ട് പഠിപ്പിക്കാൻ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ സ്കൂളിന്റെ തൊട്ടടുത്താണ് വീട്, ഞാൻ താമസിച്ചിരുന്നത്, എല്ലാം നല്ല സൗകര്യത്തോടെയാണ് പഠിപ്പിച്ചത്. പക്ഷെ മാർക്ക് കിട്ടിയപ്പോൾ 217 ഉള്ളൂ.
അപ്പൊ പലർക്കും സമ്മാനം മേടിക്കുന്നത് എന്നെ മാത്രം ആരും വിളിക്കുന്നില്ല. വിളിക്കാത്തതിന്റെ കാരണം അവിടെ മാർക്ക് കുറഞ്ഞു പോയി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെല്ലാം പഠിച്ചതും ഞാൻ അങ്ങനെ ബസ് കയറിയിട്ടൊന്നും അങ്ങനെ പഠിക്കാൻ വന്നിട്ട് എന്റെ തൊട്ടടുത്ത സ്കൂളായതുകൊണ്ട് മായങ്കട ഞാൻ പഠിച്ചത്. CCV ന്യൂസ് ചേലക്കര.